വഷളന്മാർക്കുള്ള താക്കീതോ എന്നുള്ള നമ്മുടെ ചർച്ച തുടരുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ വഷളന്മാർക്കുള്ളൊരു താക്കീതാണ്. പക്ഷേ അതിൻ്റെ ആയുസ് എത്രയാണ് എന്നിപ്പോൾ പറയാറായിട്ടില്ല എന്നുള്ളതാണ്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം 75(1), 75(4), IT ആക്ട് 67 അനുസരിച്ചാണ് കേസുകൾ എടുത്തിരിക്കുന്നത്. അതിൽ 3 വർഷം വരെ തടവ് നോൺ ബെയിലബിൾ ആണ്. അപ്പോൾ ആ തരത്തിൽ വളരെ ഗൗരവത്തിലുള്ള കേസ് എടുത്തിരിക്കുന്നു. ഇപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഇന്ന് മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ കഴിയണം. നാളെ 11 മണിയോടെ തുറന്ന കോടതിയിൽ ഹാജരാക്കും. കോടതി ഇത് ഗൗരവത്തോട് കാണും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ആ തരത്തിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഇതിൽ നമുക്കറിയാം ഹണി റോസ് എന്തിനാണ് ഇയാളുടെ പരിപാടിയിൽ തുടർച്ചയായി പങ്കെടുത്തത് എന്ന ചോദ്യമാണ് വിമർശിക്കുന്നവർ ചോദിക്കുന്നത്. ആദ്യം ഒരു തവണയാണ് അവർ പരിപാടിയിൽ പങ്കെടുത്തത്. അത് ഒരു ബിസിനസ് ഡീലായിരിക്കുമല്ലോ. സ്വാഭാവികമായി അവരെ മോഡലായി ക്ഷണിക്കുന്നു, ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നു, അവർ പോകുന്നു. അന്നേ ദിവസം തന്നെ അവിടെ വെച്ച പരിപാടിയിൽ അവർക്കെതിരെ ഈ പറയുന്ന ദ്വയാർത്ഥ പ്രയോഗം അവിടെ നടത്തുന്നുണ്ട്. അവർക്ക് ആ സമയത്ത് അത് മനസ്സിലായില്ല എന്ന് പറയുന്നു. വീട്ടിലെത്തിയ ശേഷം പലരായി വിളിച്ചു പറയുന്നു. അതേ സമയത്ത് തന്നെ ഇയാളുടെ മാനേജറെ വിളിച്ച് പറയുന്നുണ്ട്, മോശമായി പോയി ആ പ്രയോഗമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് തുടരുകയാണ് ചെയ്തത്. പിന്നെ ഒരു പരിപാടിയിൽ പങ്കെടുത്തല്ലോ എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അത് ഇയാളുടെ പരിപാടിയായിരുന്നില്ല. മറ്റൊരു പരിപാടിയിൽ പോയപ്പോൾ അവിടെ അതിഥിയായി വരികയായിരുന്നു. അവിടെയും ഇത് തുടർന്നു. പിന്നീട് കാണുന്നത് പലതരത്തിലുള്ള യൂട്യൂബർമാർക്ക് നൽകുന്ന ഇൻ്റർവ്യൂസാണ്. ആ ഇൻ്റർവ്യൂകളിൽ മുഴുവൻ നേരത്തെ സുജയ പറഞ്ഞതുപോലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നു. ഈ പ്രയോഗം മാത്രമല്ല, ഞാൻ നടി എന്നല്ലേ വിളിച്ചത്, ഡാഷ് എന്നല്ലല്ലോ എന്ന് പറയുന്നു. അത് നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ അയാളത് സുഖമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അയാൾക്ക് പരസ്യമായി പറയാനുള്ള റൈറ്റ് ആരാണ് കൊടുക്കുന്നത്? അത്രത്തോളം സ്വാതന്ത്ര്യം ഇവിടെ ആർക്കാണുള്ളത് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അവിടെയാണ് പണത്തിൻ്റെ ഹുങ്ക് എന്നുള്ള ഈ ഇവരുടെ പ്രയോഗം, ഹണി റോസിൻ്റെ പ്രയോഗം അന്വർത്ഥമാകുന്നത്. ആ പണത്തിൻ്റെ ഹുങ്കിൽ തന്നെയാണ്. ഞാൻ ചാരിറ്റി നടത്തുന്നുണ്ട്, അപ്പോൾ എനിക്ക് പെണ്ണ് പിടിക്കാം, അതിൽ നാട്ടുകാർക്ക് എന്താണ് പ്രശ്നം എന്ന് ഒരു മുൻപ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇയാൾ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. ആ സമയത്ത് ഇയാളെ വളരെയധികം വാഴ്ത്തിപ്പാടുകയായിരുന്നു ആളുകൾ. കാരണം ഇതൊരു തുറന്ന മനസ്സോടെ എല്ലാം വിളിച്ചു പറയുന്ന ഒരു വ്യക്തി, ഒരു ധീരൻ എന്ന നിലയ്ക്കാണ് ബോബി ചെമ്മണ്ണൂരിനെ അന്ന് പലരും വാഴ്ത്തിയത്. മാധ്യമങ്ങൾക്ക് പരസ്യങ്ങൾ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഇയാൾക്കെതിരെ ആരുമൊന്നും ചെയ്യില്ല, ആരുമൊന്നും പ്രതികരിക്കില്ല, മാധ്യമങ്ങൾ പ്രതികരിക്കില്ല എന്ന രൂപത്തിലാണ് പറഞ്ഞത്. അന്ന് പക്ഷേ പ്രധാനപ്പെട്ട മാധ്യമങ്ങളല്ല, സമൂഹ മാധ്യമങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നത്. ആ ചർച്ചയിൽ തന്നെ വളരെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പോസിറ്റീവായ അദ്ദേഹത്തിൻ്റെ പ്രയോഗത്തിന് പോസിറ്റീവായ കമൻസ്, അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മലയാളി സമൂഹത്തിൽ ഒരു വിഭാഗം പുരുഷന്മാർക്കുള്ള ഒരുതരം ഫ്രസ്ട്രേഷൻ, തനിക്ക് നേരിട്ട് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ മറ്റൊരാൾ പറയുമ്പോൾ അതിൽ ലഭിക്കുന്ന ഒരുതരം രതിസുഖമുണ്ടല്ലോ, അതാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു തുടർച്ചയാണ്. നമുക്കറിയാം, നമ്മളൊരു വാർത്ത വായിച്ചാലും അല്ലെങ്കിൽ ഒരു പരിപാടി അവതരിപ്പിച്ചാലും അത് എത്ര ഗൗരവത്തുള്ള വിഷയമാണെങ്കിലും അതിന് താഴെ വരുന്ന വഷളൻ കമൻസ്, ഈ പറയുന്ന പലർക്കും മുഖമില്ല. എത്രത്തോളം പരാതിപ്പെട്ടാൽ നടപടികൾ ഉണ്ടാകും. ഇന്ന് ഭാഗ്യലക്ഷ്മി ഈ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു. നമുക്കറിയാം ഭാഗ്യലക്ഷ്മിയുടെ കേസ് നമ്മൾ തന്നെ അന്ന് തത്സമയം എല്ലാ മാധ്യമങ്ങളും കൊടുത്തിട്ടുള്ളതാണ്. ഒരു ലോഡ്ജിലിരുന്ന് ഒരു വഷളൻ, ഇതുപോലെ ഒരു വഷളൻ ഒരു ലോഡ്ജിലിരുന്ന് ഭാഗ്യലക്ഷ്മിക്കെതിരെ അസഭ്യ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ അസഭ്യ പ്രതികരണങ്ങൾ, ഇവർ ഇങ്ങനെയായിരുന്നു, പണ്ട് അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടർച്ചയായി വീഡിയോ ഇടുകയാണ്. എന്നിട്ട് സ്വയം ഒരു മാധ്യമ പ്രവർത്തനായി അയാളെ തന്നെ വിശേഷിപ്പിക്കുകയാണ്. എന്നിട്ട് ഇതിങ്ങനെ അതിന് താഴെ ഒരുപാട് കമൻസ്, അതിന് വളരെ ഈ വൈറലാവുക എന്ന് പറഞ്ഞാൽ എന്ത് അശ്ലീലത്തിനും വൈറലാകാൻ പറ്റും. ഒരു സിനിമയ്ക്ക് ആൾക്കാർ കൂടുതൽ കാണാനുണ്ടാകും, രഹസ്യമായി കാണുന്നവരുണ്ടാകും. ആ ഒരു സുഖമാണ് ഇവർ അനുഭവിക്കുന്നത്. അപ്പോൾ വൈറലാവുക എന്ന പ്രയോഗത്തിലൂടെ ഈ തരത്തിൽ സ്ത്രീയെ അപമാനിക്കുന്ന കാര്യങ്ങൾ, കണ്ടന്റുകൾക്ക് ഒരുപാട് കാഴ്ചക്കാരും കേൾവിക്കാരും ഉണ്ടാകുന്നു. അതിനുശേഷം അവരെന്ത് ചെയ്തു? പരാതിപ്പെട്ട ശേഷം നടപടി ഉണ്ടാകാതിരുന്ന ഘട്ടത്തിൽ ഭാഗ്യലക്ഷ്മി കുറച്ച് സുഹൃത്തുക്കളുമായി ചേർന്ന് സ്വയം കൈകാര്യം ചെയ്യുന്നു. അയാൾ അടിച്ച ശേഷം അയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അയാളുടെ പരാതിയിൽ, അയാളെ ഉപദ്രവിച്ചു എന്ന പരാതിയിൽ ഇവർക്കെതിരെയും കേസ് വരികയാണ്. അങ്ങനെ ആ കേസിൻ്റെ കൊടുക്കൽ വാങ്ങൽ ഈ പരിപാടികൾ നീണ്ടിപ്പോൾ 8ാമത്തെ വർഷമാണ്. ഇപ്പോഴും ആ കേസിൽ ഒന്നുമായിട്ടില്ല. അപ്പോൾ ഇതാണ് സാധാരണഗതിയിൽ ഒരാൾക്കുള്ള അനുഭവം. ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരിയല്ല, അത്യാവശ്യം സ്വാധീനവും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അവരുടെ പോലും അനുഭവം ഇതാണ്. എനിക്കും സമാനമായ അനുഭവം ഒരു പുതിയ മാധ്യമത്തിൽ ജോലിക്ക് ചേർന്ന സമയത്ത് ഈ തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ ഒരു ചിത്രം വെച്ചുകൊണ്ട് എൻ്റെ പടം കൂടി വെച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ട് ഒരു കണ്ടന്റ് അയാളും മാധ്യമപ്രവർത്തനമായിട്ടാണ് സ്വയം അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു വൃത്തികെട്ട മാധ്യമം, അതായത് സ്ത്രീകളെ അപമാനിക്കാൻ മാത്രമായിട്ട് വീഡിയോകൾ ചെയ്യുന്ന ഒരു സംരംഭമാണ്. അതിൽ പരാതി കൊടുക്കുമ്പോൾ അതിനെത്ര വേഗം ആ കേസിലുണ്ടായിട്ട്, ഞാനും രഹസ്യമൊഴിയാണ് നൽകിയത്, എത്രത്തോളം വേഗം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോൾ വർഷങ്ങൾക്കിപ്പുറം ഞാൻ വീണ്ടും അതിൽ കൂടുതൽ കോടതി നടപടികളിലേക്ക് പോകണം, നമ്മുടെ ജോലി വിട്ട് അതിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ നമ്മൾ പരമാവധി അതിൽ നിന്ന് വിട്ടു നിൽക്കും. അത് അതിൻ്റെ വഴിക്ക് പോകുന്നില്ലെങ്കിൽ പോകണ്ടെന്ന് തീരുമാനിക്കും. ഒരു മടുപ്പിലേക്ക് നമ്മളെത്തും. അതാണ് അതിൻ്റെ ഒരു വേഗം. അതുകൊണ്ടാണ് പലരും കേസ് കൊടുക്കാനും പരാതിപ്പെടാനും ഒക്കെ
മടിക്കുന്ന ഒരു സാഹചര്യം. ഇതിപ്പോൾ നേരിട്ട് മുഖ്യമന്ത്രി ഇടപെടുന്നു, DGP ഇടപെടുന്നു. അതെന്തുകൊണ്ടാണ്? അത് പരസ്യമായി അവർ അതിൽ പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഘട്ടത്തിൽ ഒരു വ്യക്തി എന്ന് മാത്രം പറഞ്ഞ് പ്രതികരിക്കുന്നു. അതിനുശേഷം വന്നിരിക്കുന്ന ആ പോസ്റ്റിന് താഴെയും മോശം കമൻറ്റുകൾ വന്നപ്പോഴാണ് ഇതിൽ കൃത്യമായി പോലീസിൽ തന്നെ പരാതി കൊടുക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് അവർ പോകുന്നത്. പിന്നീട് അവർ DGPയെയും മുഖ്യമന്ത്രിയെയും വിളിക്കുന്നു. എല്ലാവർക്കും മുഖ്യമന്ത്രിയെയും DGPയെയും വിളിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ കേസിൽ ആ ഒരു വേഗമുണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ ആ വേഗമുണ്ടാകുമ്പോഴും ഇനി അങ്ങോട്ട് എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് പ്രധാനം. നാളെ കോടതിയിൽ അതെടുക്കുമ്പോൾ കോടതി എന്ത് പറയുന്നു? ഇപ്പോൾ സമാനമായൊരു കേസ് ഇന്നലെ കോടതി എടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പരാമർശം പ്രതീക്ഷ നൽകുന്നതാണ്. സ്ത്രീയെ അല്ലെങ്കിൽ സ്ത്രീയുടെ ശരീരഘടനയെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നതും സ്ത്രീത്വത്തെ അപമാനിക്കലാണ് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അനാവശ്യ വർണ്ണന നടത്തുന്നതും അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നതും ലൈംഗിക ചുവടയോടെയല്ല എന്ന് കരുതാനാവില്ല എന്ന് ഹൈക്കോടതി പറയുന്നു. സഹപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിലെ FIR റദ്ദാക്കണമെന്ന KSE ഉദ്യോഗസ്ഥന്റെ ആവശ്യം ഹൈക്കോടതി തള്ളിക്കൊണ്ടാണ് ഇങ്ങനെയൊരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഇത് 2017 നടന്ന കേസാണ്. അതിലാണ് ഇപ്പോൾ ഇത്ര വൈകിയാണെങ്കിലും ഹൈക്കോടതി ഇങ്ങനൊരു പരാമർശം നടത്തുകയും ആ ഒരു ഹർജി തള്ളുകയും ചെയ്തിരിക്കുന്നത്. അതൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഇതിൽ നോക്കൂ, ഇതിൽ സ്ത്രീയുടെ ശരീരഘടനയെ പുകഴ്ത്തി പറയുകയാണ് ചെയ്യുന്നത്. പുകഴ്ത്തി പറയുന്നു എന്ന് പറയുമ്പോൾ വഷളം പ്രയോഗങ്ങളോട് പുകഴ്ത്തിയായിരിക്കും ചെയ്തിരിക്കുന്നത്. ഇതിലിപ്പോൾ ഇയാൾ പറയുന്നു ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ഉദ്ദേശിച്ച് പറഞ്ഞതും നമ്മുടെ മുന്നിലുണ്ട്, ഉദ്ദേശിക്കാതെ പറഞ്ഞതും നമ്മൾ മുന്നിലുണ്ട്. ഇയാളുടെ ഇൻ്റർവ്യൂ എടുക്കാൻ മനഃപൂർവ്വം ചെറിയ പെൺകുട്ടികളെ വിടുന്ന അനുഭവം നമ്മൾ കണ്ടിട്ടുണ്ട് പല ഈ പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ. അങ്ങനെ ആ ഇൻ്റർവ്യൂ എടുക്കുമ്പോഴും ആ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന പെൺകുട്ടികൾ ഭയന്ന് ഇയാൾ എന്താണ് പറയുക എന്ന് ഭയന്ന് നിൽക്കുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതൊക്കെ തന്നെ ഒരു കണ്ടന്റ് ആകുകയും ഇതൊക്കെ തന്നെ വൈറലാക്കുകയും ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രം വിജയിക്കുന്നു. അങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ടാക്കിയ ആളാണ് ഇയാൾ. അതിലയാൾ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ വിജയത്തിലേക്ക് അയാൾ എങ്ങനെ എത്തി? ഈ ഘട്ടം വരെ എങ്ങനെ എത്തി? ഇപ്പോൾ ഒരു ഹണി റോസ് പരാതി നൽകുന്ന വരെയാണോ ഇവിടെ ബോബി ചെമ്മണ്ണൂർ ആളുകളെ അപമാനിച്ചിട്ടുള്ളത്? അല്ലല്ലോ. ഇത് കുറേ കാലമായി തുടരുന്ന ഒരു കാര്യമാണ്. ഇത് ഹണി റോസ് ആയതുകൊണ്ട് ഒരു നടപടിയിലേക്ക് കടന്നു. ഇനി സാധാരണക്കാരനായ ഒരു കടക്കാരനോട് ചായക്കടക്കാരനോട് ഒരു പ്രായമുള്ള ആളോട് അയാളോട് മോശമായ വാക്ക് പറയുന്നത് അതൊന്നും നമുക്ക് പറയാൻ പോലും പറ്റില്ല. അത്രയും വഷളത്തരമാണ്. ഇത് സ്ഥിരമായി യൂട്യൂബിൽ എടുത്തു നോക്കിയാൽ ബോബി ചെമ്മണ്ണൂർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ തരത്തിൽ ടൈപ്പ് ചെയ്ത് ഓരോന്ന് കാണുന്ന ആളുകളും അതിന് താഴെ കമൻറ്റ് ഇടുന്ന ആളുകളും ഒക്കെ തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഇത് ഒരു സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. എല്ലാവരും ഇതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇന്നിപ്പോൾ ഹണി റോസ് പറയുന്നുണ്ട്, രാവിലെ സുജിയോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞ് എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്, വിചാരിക്കാത്ത ഭാഗങ്ങളിൽ നിന്ന് പോലും പിന്തുണ ലഭിച്ചിരിക്കുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ തരത്തിൽ പിന്തുണയ്ക്കുന്ന ഒരു വലിയ സമൂഹം ഉണ്ടായിരിക്കുന്നു. അപ്പുറത്ത് ഒരു ന്യൂനപക്ഷമാണെങ്കിലും അപമാനിക്കുന്ന തരത്തിൽ തുടരുന്ന ഒരു ന്യൂനപക്ഷമുണ്ട്. കാരണം ബോബി ചെമ്മണ്ണൂർ മോശക്കാരനായിരിക്കാം, അങ്ങനെയെങ്കിൽ ഹണി റോസ് മോശക്കാരിയല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഹണി റോസ് എന്തിനാണ് അയാളുടെ പരിപാടിയിൽ പങ്കെടുത്തത്? എന്തിനാണ് ഹണി റോസ് ഇങ്ങനത്തെ വസ്ത്രങ്ങൾ ഇടുന്നത്? എന്തിനാണ് പിന്തിരിഞ്ഞു നിന്ന് പരിപാടിയിൽ പങ്കെടുക്കുന്നത്? അത് ക്യാമറ പ്രത്യേക രീതിയിൽ സെറ്റ് ചെയ്തുകൊണ്ട് ഈ തരത്തിൽ സൂം ചെയ്തുകൊണ്ട് അങ്ങനെ കാണിക്കുന്നു. ആ വീഡിയോയ്ക്ക് നല്ല റീച്ച് കിട്ടുന്നു. അതൊരു തന്ത്രമായി, വിപണിയുടെ തന്ത്രമായി മാറുന്നു. ഇനി സ്ത്രീക്ക് എന്ത് വേഷം ധരിക്കണം, സ്ത്രീക്ക് എന്ത് പരിപാടിയിൽ പങ്കെടുക്കണം, എന്ത് പ്രൊഫഷൻ സ്വീകരിക്കണം, തൻ്റെ സൗന്ദര്യമാണ് തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റ് എന്ന് കരുതി ആ സൗന്ദര്യത്തിൽ താനൊരു അതുവഴി തനിക്ക് നേട്ടമുണ്ടാക്കാൻ ഒരു സ്ത്രീ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് അവരുടെ തീരുമാനമാണ്. അതിൽ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അത് മറ്റേ ആൾക്കുള്ള ഒരു ലൈസൻസ് ആണ് എന്ന് കരുതുന്നിടത്താണ് പ്രശ്നം വരുന്നത്. അതാണ് ഇത്രയും കാലം ബോബി ചെമ്മണ്ണൂർ കരുതിയിരുന്നത്. ആ തോന്നലിൽ നിന്നും ബോബി ചെമ്മണ്ണൂർ പുറത്തു വരുമോ എന്നാണ് നമുക്കറിയേണ്ടത്. പക്ഷേ ഇന്നും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്താൻ കൊണ്ടുവരുമ്പോഴും വണ്ടിയിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ അയാൾ പറഞ്ഞത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. അതായത് തൻ്റെ പ്രയോഗങ്ങൾ വേറെ ആർക്കൊക്കെയോ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ താൻ പറഞ്ഞതിനെ മറ്റുള്ളവർ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ അർത്ഥം അതേ അല്ല, ഞാൻ പറഞ്ഞത് തമാശയാണെന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ അയാൾ തമാശയായി വ്യാഖ്യാനിച്ചിരിക്കുന്നത് സ്ത്രീകളെ അപമാനിക്കലാണ് എന്നുള്ളത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കാലങ്ങളായി തുടരുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു താൽക്കാലികമായി ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആണ് എന്ന് മാത്രം ഞാൻ കരുതുന്നു. ഇതിൽ കോടതി എടുക്കുന്ന നിലപാട് തന്നെയാണ് പ്രധാനം. 3 വർഷം തടവ് ബോബി ചെമ്മണ്ണൂറിന് ലഭിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ജാമ്യം ലഭിക്കാത്ത രീതിയിൽ അയാൾ കുറച്ച് ദിവസമെങ്കിലും അകത്ത് കിടക്കുമോ എന്നാണ് അറിയുന്നത്. അങ്ങനെ അകത്ത് കിടക്കുമ്പോഴാണ് താൻ ചെയ്തത് തമാശയല്ല എന്നൊരു ബോധ്യത്തിലേക്ക് അയാൾക്ക് വരാനാവുക. അയാൾക്ക് സമൂഹത്തിൽ നല്ല സ്വാധീനമുണ്ട്, പണത്തിൻ്റെ സ്വാധീനമുണ്ട്, അതിൻ്റെ ആത്മവിശ്വാസം അയാൾക്കുണ്ട്. അതാണ് അയാൾ ഇന്ന് രാത്രി പോലും കാണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ആ ആത്മവിശ്വാസം തകർക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഞാൻ നോക്കിക്കാണുന്നത്. ഇനി ഈ വിഷയത്തിൽ സിനിമാ ലോകത്തു നിന്നും ഹണി റോസിന് ലഭിച്ചിരിക്കുന്ന പിന്തുണ നല്ല കാര്യം. പക്ഷേ നടി ആക്രമിക്കപ്പെട്ട ഘട്ടത്തിൽ എത്രത്തോളം അവർക്ക് പിന്തുണ ഈ സിനിമാ മേഖലയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഹണി റോസിന് ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരാളാണ് ഈ ദ്വയാർത്ഥ പ്രയോഗം പൊതുവേദിയിൽ വെച്ച് ഹണി റോസിനെതിരെ നടത്തുന്നതെങ്കിൽ ഈ രീതിയിൽ പ്രതികരിക്കുമോ?
ഈ രീതിയിൽ പ്രതികരിക്കില്ല. അപ്പോൾ ഹണി റോസിന് പിന്തുണ നൽകില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു തമാശ, അല്ല അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കും. ഇത് നമ്മൾ മുമ്പും പല കേസുകളിലും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നൽകുന്ന ഫെഫ്കയുടെ പിന്തുണ, AMMയുടെ പിന്തുണ, ഇതൊക്കെ ഹണി റോസിന് ഇപ്പോൾ കിട്ടുന്നത് അത് സിനിമാ മേഖലയിൽ നിന്ന് അല്ലാത്ത ആളായതുകൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും നിലവിൽ ഇതൊരു താക്കീതായി തന്നെ നിൽക്കുന്നു. അതിന് ആയുസ്സുണ്ടോ എന്നുള്ളതാണ് നാളെ കോടതി പറയുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. Meet the editors.